നെയ്യാറ്റിൻകര പെരുങ്കടവിള ശ്രീ ബാലഭദ്രകാളി ക്ഷേത്രത്തിൽ കൗതുക കാഴ്ചയായി റോബോട്ടിക് ആന. 10 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള ലക്ഷണമൊത്ത ആനയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. അമേരിക്കയിലെ വെർജീനിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീറ്റ ഇന്ത്യ, അതായത് പീപ്പിൾസ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന മൃഗസ്നേഹി സംഘടനയാണ് ജീവനുള്ള ആനയുടെ അതേ വലിപ്പമുള്ള റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നടന്ന ദേവിദാസിന്റെ നടയിരുത്തൽ ചടങ്ങ് സിനിമാ താരമായ പാർവതി നായരാണ് ഉദ്ഘാടനം ചെയ്തത്. ദേവിദാസിനൊപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും. 10 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള ലക്ഷണമൊത്ത ആന. ഇടയുമെന്നോ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയവും വേണ്ട. നെയ്യാറ്റിൻകര പെരുങ്കടവിള ശ്രീ ബാലഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദേവിദാസൻ എന്ന് പേരിട്ട റോബോട്ടിക് ആന എത്തിയിരിക്കുന്നതും. ഇത് ഭക്തർക്കൊരു കൗതുക കാഴ്ചയായി മാറുകയാണ്. ഒരു ഫംഗ്ഷന്റെ നേരത്ത് മഴ പെയ്യാനുള്ള വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് എന്ത് വസ്തുവാണെങ്കിലും നമ്മൾ വെയിലും മഴയൊക്കെ കൊള്ളാണ്ട് പരമാവധി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് കൂടെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാത്ത സമയത്തും ഇതിന്റെ വർക്കിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ അതിന് ഷെൽട്ടറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലൈഫ് നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. ഇല്ല, ചാർജ് ചെയ്ത് ഡയറക്റ്റ് ഇലക്ട്രിക് പവറാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡയറക്റ്റ് ഇലക്ട്രിക് പവറാണ് യൂസ് ചെയ്യുന്നത്. പ്ലഗ് ചെയ്താൽ മതി. പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവും. ജനറേറ്ററിലാണെങ്കിൽ ഇത് വർക്കാവും. ഏതൊരു ക്ഷേത്രമാണെങ്കിലും അവർ ഇനി ആനയെ ഉപയോഗിക്കില്ല എന്ന പേരിൽ ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് ഞങ്ങൾ ആ ക്ഷേത്രങ്ങൾക്ക് മെക്കാനിക്കൽ ആനയെ കൊടുക്കുന്നതായിരിക്കും. 600 കിലോഗ്രാമോളമാണ് ഈ ആനയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. 10 അടിയാണ് ഉയരം. എൻ്റെ പേര് ശ്രീകുട്ടി രാജയാണ്. ഞാൻ പീറ്റ ഇന്ത്യ എന്ന ഓർഗനൈസേഷനിൽ ലീഡ് എമർജൻസി റെസ്പോൺസ് കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കൊരു ആനയെ പോലെ അത് തുമ്പിക്കൈ ആട്ടും, ചെവി അനക്കും, കണ്ണ് ചിമ്മും, വാലാട്ടും, വെള്ളം ചീറ്റും, അങ്ങനെ എല്ലാ കാര്യവും ശരിക്കുള്ള ആന എന്തൊക്കെ ചെയ്യും അതെല്ലാ ഫീച്ചേഴ്സും ഈ മെക്കാനിക്കൽ ആനയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫൈബർ, റബ്ബറുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ മെക്കാനിക്കൽ പാർട്സ് ഉണ്ട്. 5 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ആനയുടെ ചെലവെന്ന് പറയുന്നത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ആനകളെ നമുക്കറിയാം. ആനകളെ നമ്മൾ ക്ഷേത്രങ്ങളിലെ പൂരങ്ങളിലൊക്കെ എഴുന്നള്ളിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അവരെ വളരെ മൃഗീയമായി അടിച്ചും പീഡിപ്പിച്ചും മർദ്ദനമുറകളിലൂടെയാണ് അവരെ നിയന്ത്രിച്ച് ഒരു പൂരത്തിൽ നിർത്തുന്നത്. അപ്പം അത് ഒരു നിഷ്കളങ്ക ഒന്നും അറിയാത്ത ഒരു ജീവിയോട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് അതിനെ നമ്മൾ വളരെ നിർബന്ധിച്ചാണ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിർത്തുന്നത്. കാട്ടിലാണെങ്കിൽ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വന്യജീവികളിൽ ഒന്നാണ് ആന. ആ ആനയാണ് നമ്മൾ ഈ പഞ്ചവാദ്യങ്ങൾക്കിടയിലും വലിയ വലിയ അമട്ട് പൊട്ടുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എഴുന്നള്ളിച്ച് നിർത്തുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഈ ഒരു സാഹചര്യത. ഇപ്പോഴത്തെ ചൂടും സാഹചര്യവും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ ആനയെ എഴുന്നള്ളിച്ച് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വളരെ ക്രൂരമായ രീതിയിൽ നിർത്തുന്നത് തീർത്തും തെറ്റ് തന്നെയാണ്. മലയാളികൾക്ക് പൂരം, ഉത്സവം എന്ന് പറയുമ്പോൾ ആനയില്ലാത്ത ഒരു പൂരത്തെക്കുറിച്ച് മലയാളികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതിൽ ഒരുപാട് വർഷത്തെ സംസ്കാരമുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു ആനയ്ക്കെതിരെ ഒരു പീഡനം നടക്കുമ്പോൾ അതിനെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അതേസമയം ഒരു സമൂഹത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്, അവരുടെ ആചാരങ്ങളുണ്ട്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു ശരിക്കുള്ള ആനയെ നമ്മൾ ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് ബദലായി നമ്മളൊരു സൊല്യൂഷൻ കൂടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മെക്കാനിക്കൽ എലിഫൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ ക്ഷേത്രങ്ങളും ഇനി ആനയെ ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കാനുണ്ടാകുന്ന സാഹചര്യം. അമേരിക്കയിലെ വെർജീനിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീറ്റ ഇന്ത്യ, അവരാണ് ഈ ആശയത്തിന് പിന്നിൽ. ആനകൾ സമീപകാലത്ത് ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആനകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി പരിപാലിക്കണമെന്ന് പീറ്റ പ്രവർത്തകർ പറയുന്നു. പകരം ഞങ്ങൾ ഒറിജിനലിനെ വെല്ലുന്ന ആനയെ തരാമെന്ന്, അതാണ് അവരുടെ വാഗ്ദാനം. മെറ്റലിലും ഫൈബറിലും റബ്ബറും കൊണ്ട് നിർമ്മിച്ച ദേവിദാസിന്റെ കണ്ണുകളും കാതുകളും വാലും തുമ്പിക്കൈയും ഒക്കെ വൈദ്യുതിയുടെ സഹായത്താൽ 4 മോട്ടോറുകളിൽ ചലിക്കും. അതുപോലെ തന്നെ വെള്ളവും ചീറ്റും. 4 ആളുകളെ വരെ ആനയ്ക്ക് വഹിക്കുവാനും കഴിയും. ചാലക്കുടിയിലെ 4 ഹാർട്സ് ക്രിയേഷനിലെ പ്രശാന്ത്, പ്രകാശൻ, ജിനേഷ് KM, സാന്റോ ജോസ്, റോബിൻ MR എന്നിവരാണ് ദേവിദാസിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ റോബോട്ടിക് ഇരിഞ്ഞാടപ്പള്ളി രാമനെ സമർപ്പിച്ച് വിജയിച്ചതിനെ തുടർന്നുകൊണ്ട് തൃക്കയിൽ മഹാദേവ ക്ഷേത്രം, പൗർണമിക്കാവ് ക്ഷേത്രം, വടക്കുംപാട് ശിവവിഷ്ണു ക്ഷേത്രം, കോമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആനയെ നൽകിയാണ് പീറ്റ പെരുങ്കടവിളയിലും റോബോട്ടിക് ആനയെ അവതരിപ്പിച്ചിരിക്കുന്നതും.
റോബോട്ടിക് ആനയെ കൊണ്ടുവരിക എന്നത് പാരമ്പര്യത്തെ ഉപേക്ഷിക്കലല്ല, മറിച്ച് കനിവോടെയും അറിവോടെയും സ്വയം വളരുക എന്നതാണ് അർത്ഥമാക്കുന്നതും. നാം നമ്മുടെ പൈതൃകത്തെ ശരിക്കും വിലമതിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെയും ആനയും ഒരുപോലെ തന്നെ ജീവനുള്ള എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള പുരോഗമനത്തെ ചേർത്ത് പിടിക്കണം എന്നാണ് പീറ്റ അധികൃതർ പറയുന്നതും. പീറ്റ ഡയറക്ടർ ഓഫ് അഡ്വക്കസി ഖുഷ്ബു ഗുപ്ത, ലീഡ് എമർജൻസി റെസ്പോൺസ് ശ്രീകുട്ടി രാജെ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് സെലിബ്രിറ്റി ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ വാങ്ക്രെ, ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി VK വെങ്കിടാചലം, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് B ആദർശ്, പൂർവ്വ മേഖല ഉത്സവ സമിതി പ്രസിഡന്റ് കൃഷ്ണശേഖർ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മൾ മലയാളികൾക്ക് പൂരം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ആനയില്ലാത്തൊരു ഉത്സവം അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതിന് ഒരുപാട് വർഷത്തെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, സംസ്കാരമുണ്ട്. എന്നാൽ ഈ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളിൽ നിന്നുമുള്ള ആക്രമണം, അതുപോലെ തന്നെ ആനകൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ഇപ്പോൾ റോബോട്ടിക് ആനകളെ അവതരിപ്പിക്കുകയാണ് പീറ്റ ഇന്ത്യ, അതായത് പീപ്പിൾസ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന സംഘടന. മെക്കാനിക്കൽ എലിഫന്റ് എന്ന ആശയത്തിലൂന്നിയാണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആനകളെ ചങ്ങലക്കിട്ട് തളയ്ക്കാതെ അവരെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ മടക്കി അയക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.